തിരുവനന്തപുരം വർക്കലയിൽ വീട്ടമ്മയെ സ്വകാര്യ ബാങ്ക് ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്നു പരാതി. വർക്കല നടയറക്കുന്ന് സ്വദേശി 36-കാരിയായ സുബിനയ്ക്കാണ് മർദ്ദനമേറ്റത്. അതേസമയം ജീവനക്കാരെ വീട്ടമ്മ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ബാങ്ക് അധികൃതരും പരാതി നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ പ്രവർത്തിക്കുന്ന പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും സുബിന 45,000 രൂപ ലോൺ എടുത്തിരുന്നു. മാസം തോറുമുള്ള തിരിച്ചടവ് തുകയായ 2,200 രൂപ അടയ്ക്കുന്നതിന് ഒരു ദിവസം വൈകിയതിന് ബാങ്ക് ജീവനക്കാർ വീട്ടിൽ അതിക്രമിച്ചു കയറി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ഇവർ വർക്കല പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ഉച്ചയോടെ 2 ബാങ്ക് ജീവനക്കാർ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടു. തിരിച്ചടവിന് അല്പം സാവകാശം ചോദിച്ചതാണ് ജീവനക്കാരെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് ഇവർ തിരികെ പോവുകയും പിന്നീട് 2 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേർ വീട്ടിലെത്തി ആക്രമിക്കുകയായിരുന്നെന്ന് സുബിന ആരോപിച്ചു. 60 വയസ്സായ എൻ്റെ തള്ളയെ അടിച്ച് എൻ്റെ വീട് കയറി എൻ്റെ കൈ മൊത്തവും നശിപ്പിച്ച് എൻ്റെ മുടിക്കണ്ടയിലൊക്കെ പിടിച്ച് മൊത്ത രീതിക്ക് എന്നെ ഇനി ചെയ്യാനായിട്ടൊരു വേലയില്ല. മാനസികമായിട്ടും ശാരീരികമായിട്ടും എൻ്റെ ഡ്രസ്സുകൾ മൊത്തം അവർ കീറി നശിപ്പിച്ച്. ഈ 3 ആണുങ്ങളും ഈ 2 പെണ്ണുങ്ങളും കൂടി. ഞാൻ രാവിലെ ഒരു 10:30 മണിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റാതെ ഹോസ്പിറ്റലിൽ അവർ തന്നെ പറഞ്ഞു വിട്ട് എന്നെ ഇവിടെ അഡ്മിറ്റാക്കി. കിടപ്പ് രോഗിയായ മാതാവിനെയും ആക്രമിച്ചെന്ന് വീട്ടമ്മ പറയുന്നു. വീടിന്റെ ജനാലച്ചില്ലുകൾ പാറക്കഷ്ണം ഉപയോഗിച്ച് തകർത്ത നിലയിലാണ്. തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും വസ്ത്രങ്ങൾ വലിച്ചു കീറിയെന്നും വീട്ടമ്മ ആരോപിച്ചു. പരിക്കേറ്റ ഇവർ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരുടെ കൈവിരലുകൾക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടന്നുവരുന്നതായും ബാങ്ക് ജീവനക്കാരെ വീട്ടമ്മ ആക്രമിച്ചു എന്ന് കാട്ടി ബാങ്ക് അധികൃതരും പരാതി നൽകിയിട്ടുണ്ടെന്നും വർക്കല SHO പ്രവീൺ അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ.